Good morning to all. So, നമ്മുടെ module 6 we have a portion where there is a design consideration for solar PV installations related to domestic applications. So, അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഈ താഴെ പറയുന്ന ലോഡുകളാണുള്ളത്. It has 3 numbers of 18 watt LED tube lights which are used 4 hours per day. Then 2 numbers of 60 watt ceiling fans normally used 8 hours per day. One refrigerator is there, 125 watts is the capacity of the compressor, and it is used 24 hours. So 24 മണിക്കൂറും ഇത് ഓടയ്ക്കുള്ളൊന്നുമില്ല. It has duty cycle, so assuming that the duty cycle is 50%, meaning 125 വാട്ട്സും 24 മണിക്കൂറും ഓടിക്കത്തില്ല. റെഫ്രിജറേറ്റർ ആ സെറ്റ് ടെമ്പറേച്ചറിലെത്തുമ്പോൾ അത് ഇറ്റ് വിൽ കട്ട് ഓഫ്, ആൻഡ് ദെയർഫോർ ഫോർ ഡിഫൈനിങ് ദറ്റ് ഓൺ ഓഫ് സൈക്കിൾ വി ആർ കീപ്പിംഗ് ദ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് 50%. എഫിഷ്യൻ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കുറഞ്ഞ ഡ്യൂട്ടി സൈക്കിളിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാം. ദെൻ that means on time can be reduced. Then one 5 watt night lamp normally used 7 hours per day, so 8 hours, and one washing machine on an average 21-25 watts. The heating mechanism ഒന്നും ഇല്ലാത്ത വാഷിംഗ് മെഷീനാണ്. സിമ്പിൾ മോട്ടർ മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. യൂസ്ഡ് 1 hour per day. So this is the requirement. So ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ള ഇലക്ട്രിക്കൽ സിസ്റ്റമുള്ള ഇലക്ട്രിക്കൽ ലോഡുള്ള ഒരു വീട്ടിലത്തേക്ക് ഓഫ് ഗ്രിഡ് സോളാർ PV സിസ്റ്റം ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. റിമെമ്പർ, വി ആർ ഡിസൈനിങ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദി ലോഡ് ടു ബി സെർവ്ഡ് ഇൻ വാട്ട് അവേഴ്സ് പെർ ഡേ. ഇപ്പോൾ ഒരു ദിവസം എത്ര വാട്ട് അവർ കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര എനർജിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ 18 വാട്ട് LED ട്യൂബ് 3 ട്യൂബുണ്ട്, 4 മണിക്കൂർ യൂസ് ചെയ്യും. സോ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 216 വാട്ട് അവേഴ്സ്. സീലിംഗ് ഫാൻസ് 2 ഉണ്ട്, 8 മണിക്കൂർ യൂസ് ചെയ്യും, 960 വാട്ട് അവർ പെർ ഡേ. റെഫ്രിജറേറ്റർ 1500 വാട്ട് അവർ പെർ ഡേ. ഒരു റെഫ്രിജറേറ്റർ 125 വാട്ട്സ് ആണ്, 24 മണിക്കൂർ ഓടുന്നു, പക്ഷേ ഡ്യൂട്ടി സൈക്കിൾ 50% ആണ്. സോ യു മൾട്ടിപ്ലൈ ഓൾ ദോസ് തിങ്സ്, യു ഗെറ്റ് 1.5 കിലോവാട്ട് അവർ പെർ ഡേ. Then the night lamp 7 hours, 5 watts single lamp, 35 watt hour per day. Washing machine 125 watt hour per day. ഇത്രയുമാണ് നമ്മുടെ ലോഡ് തന്നിരിക്കുന്നത്. ലോഡ് റിക്വയർമെൻറ്റ്സ് ഇതൊക്കെയാണ്. എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി എടുത്ത് ആഡ് ഓൺ ചെയ്തെടുക്കുക, ആഡപ്പ് ചെയ്തെടുക്കുക. യു വിൽ ഗെറ്റ് 2836 watt hours per day. So the next step to do is we need to determine the average solar energy available on a monthly basis. ഇത് ശരിക്കും നമുക്ക് ഓൾറെഡി പല സ്റ്റഡീസും നടത്തി നമുക്ക് സോളാർ അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് കറസ്പോണ്ടിങ് നോഡൽ ഏജൻസീസിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്നും മറ്റും നമുക്ക് ലഭിക്കും. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് എ നോഡൽ ഏജൻസി കോൾഡ് ആസ് അനർട്ട്. സോ ആൻഡ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഈസ് ഓൾസോ ദെയർ. അനർട്ടിൻ്റെ വെബ്സൈറ്റിൽ EMC അല്ല, അനർട്ടിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അനർട്ട് ടു ഗെറ്റ് ദി ലേറ്റസ്റ്റ് ഡേറ്റ. ദിസ് ഇസ് എ മന്ത്ലി ആവറേജ് സോളാർ റേഡിയൻസ് ഡേറ്റ ഫോർ ട്രിവാൻഡ്രം. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തെ ഡേറ്റയാണ് എടുത്തിരിക്കുന്നത്. സോ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എല്ലാ മന്തുകളിലെയും മന്ത്ലി ആവറേജും അതുപോലെ ആനുവൽ ആവറേജ് വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറവ് സോളാർ എനർജി അവൈലബിലിറ്റി എന്ന് പറയുന്നത് ജൂണിലാണ്. ബിക്കോസ് ജൂൺ, ജൂലൈ എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ സീസണാണ്. അപ്പോൾ ആ സമയത്താണ് മിനിമം കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ സോളാർ റേഡിയൻസ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഈവൻ വിത്ത് ദാറ്റ് മിനിമം റേഡിയൻസ് വി മൈറ്റ് ബി ഏബിൾ ടു സാറ്റിസ്ഫൈ ഓൾ ദീസ് ലോഡ് റിക്വയർമെൻറ്റ്സ്.
So we will select this 4.83 as our required data. Then ഇനി വേണ്ടത് ഫസ്റ്റ് തിങ് ടു ഡു. ഇപ്പോൾ നമുക്ക് എനർജി ഡിമാൻഡ് കിട്ടി, നമ്മുടെ ഇറേഡിയൻസ് ലെവൽസ് എത്ര എങ്ങനെയാണെന്നുള്ളത് കിട്ടി, അതിൽ നിന്നുള്ള ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇനി വേണ്ടത് പാനൽ മുതൽ താഴേക്ക് ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെയും സൈസ് സെലക്ഷനാണ്. അപ്പോൾ പാനലിൻ്റെ ഡിസൈൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദി വേസ്റ്റ് മന്ത് കണ്ടീഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നതിൽ വേസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജൂണാണ്. അവിടെ 4.83 kWh 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു ദിവസം കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ഇനി നമ്മുടെ PV സിസ്റ്റത്തിൻ്റെ ഡിസൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ചില അസംഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ലൈക്ക് there are conversions happening, so there will be conversion losses. So those things we have to assume. I am assuming the loss in the system, converter and wiring as 10%, and in case of battery systems I am assuming the loss to be 20%. അപ്പോൾ നമ്മുടെ ടോട്ടൽ സോളാർ എനർജി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 2836 Wh പെർ ഡേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ലോസസ് കൂടി മീറ്റ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ് നമുക്ക് ജനറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമാണ്. സോ ദി ടോട്ടൽ എനർജി ടു ബി ജനറേറ്റഡ് വിൽ ബി 130% ഓഫ് ദിസ് ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ്. സോ ദാറ്റ് ഈസ് 1.3 ഇൻറ്റു 2836 വന്നത് നമ്മളിങ്ങനെ എനർജി റിക്വയർമെൻ്റ് എടുത്ത് ആഡപ്പ് ചെയ്തെടുത്തതാണ്. ഓക്കെ, ഇനി വൺ മോർ ഫാക്ടർ ഈസ് ദെയർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് പാനൽ ജനറേഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ആസ് പെർ ദി സോളാർ ഇറേഡിയൻസ് ഡേറ്റ. അപ്പോൾ അതിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ലോവസ്റ്റ് ഇറേഡിയൻസ് ഉള്ള മന്തിൻ്റെ ഡേറ്റയാണ് എടുക്കുന്നത്. ഇനി അവിടെ തന്നെ ചില കറക്ഷൻ ഫാക്ടേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. There has to be a 15% for factor to be included for ambient temperature above 25 degrees Celsius. 25 degrees Celsiusiലുള്ള ജനറേഷനാണ് നമ്മുടെ നോർമൽ കേസിൽ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ 15% എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ അതിനു വേണ്ടി മെൻഷർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ സോളാർ പാനലിൻ്റെ ആക്ച്വൽ ജനറേഷൻ്റെ 85% ആയിട്ട് അത് ഡീറേറ്റ് ചെയ്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. 15% ഈസ് ഫോർ കൺസിഡറിങ് ദി ലോസ് ഡ്യൂ ടു ദി ആംബിയൻറ്റ് ടെമ്പറേച്ചർ. ബിക്കോസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സോളാർ PV ജനറേഷൻ കുറയും. Because PV requires only light, it does not require the heat. So if heat increases, then the generation goes down. So 85% derating is applied there. ഇനി 5% for considering the losses due to sunlight not striking the panel directly. So there 95% derating is happening. 5% പോയെന്ന് വെച്ചാൽ 95% നമുക്ക് കിട്ടുന്നുള്ളൂ. So that means you are derating the it by a factor of 95%. Then 10% losses due to not receiving the energy at a maximum power point. അത് MPPT പ്രസൻറ്റ് അല്ലെങ്കിലുള്ളതാണ്. MPPT പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 10% ലോസസ് നമുക്ക് ഒഴിവാക്കാം. ബട്ട് സ്റ്റിൽ വി ആർ ഇൻക്ലൂഡിങ് ദാറ്റ്. വേഴ്സ്റ്റ് കേസ് സിനാറിയോ കൺസിഡർ ചെയ്യാം. ഇനി ഒരു 5% ഡർട്ട് കളക്ഷൻ ഓൺ സോളാർ പാനൽ. ഡർട്ട് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ പൊടിയടിച്ച് കിടക്കുന്ന പാനലെന്നല്ല, ചെറിയ രീതിയിൽ പോലും ഡർട്ട് പാനലിൽ വന്നു കഴിഞ്ഞാൽ അത് പാനലിൻ്റെ ജനറേഷനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഈവൻ എ സ്മോൾ ലെയർ ഓഫ് ഡർട്ട് വന്നാൽ പോലും അത് ജനറേഷൻ അഫക്റ്റ് ചെയ്യുന്നതിനാൽ എപ്പോഴും ഒരു 5% അലവൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ്. ബിക്കോസ് പാനൽസ് ആർ ടു ബി റെഗുലർലി ക്ലീൻഡ് എന്നാണ് പറയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 5% അലവൻസ് ഇടുന്നു, 95% റേറ്റിംഗ്. ദെൻ ഏജിങ് കാരണം പാനലിൻ്റെ ഔട്ട്പുട്ട് കുറയാം. അതായത് സാധാരണ രീതിയിൽ പറയുന്നത് after 10 years or so the panel should be able to provide you with the 90% of the output എന്നാണ്. സോ നമ്മൾ റീറേറ്റിംഗ് അല്ല, ഇത് ഡീറേറ്റിംഗ് ആണ്. ദിസ് ഇസ് D.
derating ഓക്കെ. സോ ഏജിങ് അക്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മളൊരു 10% അല്ല 10% അലവൻസ് കൊടുക്കും. സോ ദെയർ 90% ഡീറേറ്റിംഗ് ഈസ് ദെയർ. സോ അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുള്ള ഡീറേറ്റിംഗ് ഫാക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ MBPT പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0.85 ഇൻറ്റു 0.95 ഇൻറ്റു 0.9 ഇൻറ്റു 0.95 ഇൻറ്റു 0.9, 0.85 ഇൻറ്റു 0.95 ഇൻറ്റു 0.9 ഇൻറ്റു 0.95 ഇൻറ്റു 0.9, that is 0.62, or total derating factor becomes 62% if MPPT is not provided. ഈ MPPT പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ദിസ് പർട്ടിക്കുലർ ഡീറേറ്റിംഗ് ഫാക്ടർ. ഈ ഒരു 90% എന്ന് പറയുന്ന ഒരു ഡീറേറ്റിംഗ് ഫാക്ടറിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 0.85 ഇൻറ്റു 0.95 ഇൻറ്റു അടുത്ത് 0.9 ഇല്ല, പകരം 0.95 ഇൻറ്റു 0.9. സോ ദാറ്റ് വിൽ ബി 0.69, that is 69% if MPPT is provided. So this is the overall derating factor for the panel. അതായത് 100 വാട്ട്സിന് ഉള്ള ജനറേറ്റ് ചെയ്യാവുന്ന പാനൽ നമ്മൾ വച്ചാലും 69 വാട്ട്സേ നമുക്ക് ഇഫക്റ്റീവ്ലി കിട്ടണം എന്നുള്ളൂ. Even if MPPT is provided, if MPPT is not provided, then you might get only 62 watts. Okay. ഇനി നമുക്കുള്ളത് we have something called as a planned generation factor. We need to find planned generation factor. Planned generation factor is given by the lowest kilowatt hour per meter square per day into the derating factor. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഡീറേറ്റിംഗ് ഫാക്ടറിന് ഏറ്റവും ലോവസ്റ്റ് കിലോവാട്ട് അവർ പെർ മീറ്റർ പെർ ഡേ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ജൂണിൽ 4.83 കിലോവാട്ട് അവർ പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ എന്നതാണ് നമുക്ക് വേണ്ടത്തെ ഡേറ്റയിൽ നിന്ന് കിട്ടിയത്. സോ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 0.62 for without MPPT, 0.69 for system with MPPT. So MPPT ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ജനറേഷൻ ഫാക്ടർ ബിക്കംസ് 2.99 വാട്ട് അവർ പെർ വാട്ട് പീക്ക് പെർ ഡേ. MPPT ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 3.33 വാട്ട് അവർ പെർ വാട്ട് പീക്ക് പെർ ഡേ. അതായത് ഒരു ദിവസം ഒരു വാട്ട് പീക്ക് ജനറേറ്റ് ചെയ്യുന്ന പാനലിൽ നിന്നും MPPT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.33 വാട്ട് അവർ ജനറേറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഒരു ദിവസം ഒരു കിലോ വാട്ട് പീക്കിൻ്റെ പാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.33 യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യാം പെർ ഡേ ഇഫ് MPPT is present. ഓക്കെ. ഇനി MPPT ഇല്ല എന്നുണ്ടെങ്കിൽ you can generate only 2.99, as simple as that. സോ നമുക്ക് വേണ്ട ജനറേഷൻ എന്ന് പറയുന്നത് 3686.8 വാട്ട് അവർ പെർ ഡേ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ജനറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ MPPT ഉള്ള കേസ് എടുക്കുന്നു. ബിക്കോസ് ഇൻ അവർ മോഡേൺ സിസ്റ്റംസ് വിച്ച് ആർ അവൈലബിൾ ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് PV systems, all the systems will be having maximum power point tracking as standard built in. So next is calculation of the total size of the panel. That is given by energy requirement or generation requirement divided with this plant generation factor. അതായത് ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ യൂണിറ്റിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. സോ വി നീഡ് വാട്ട് പീക്ക്. ഓക്കെ. സോ വാട്ട് അവർ പെർ ഡേ ഡിവൈഡഡ് ബൈ വാട്ട് അവർ പെർ വാട്ട് പീക്ക് പെർ ഡേ. അപ്പോൾ ഈ വാട്ട് അവർ പെർ ഡേ അങ്ങ് പോവും, ഈ വാട്ട് പീക്ക് അങ്ങ് മുകളിൽ പോവും. സോ ദിസ് വിൽ ഗീവ് യു വാട്ട് പീക്ക്. വാട്ട് പീക്ക് മീൻസ് എത്ര പീക്ക് പവർ ഔട്ട്പുട്ട് ഉള്ള പാനൽ ആണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് വി ഹാവ് കാൽക്കുലേറ്റഡ് ഇറ്റ് ടു ബി 1107.15 watt peak. So that is the peak power requirement of the
solar panels or solar PV modules. ഇനി നമുക്ക് വേണ്ടത് എത്ര മൊഡ്യൂൾസ് വേണം എന്നുള്ളതാണ്. So panel size divided by the rated watt peak of each PV module will give you the total number of panels. So നമ്മുടെ സോളാർ പാനലിൻ്റെ നോർമൽ പവർ ഔട്ട്പുട്ട് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ വാട്ട്സ്, ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ വാട്ട് പീക്ക്. ദാറ്റ് ഈസ് ദി പീക്ക് ആക്റ്റീവ് പവർ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ്. സോ ഇപ്പോൾ നമ്മൾ 110 വാട്ട് പീക്കിൻ്റെ PV പാനലാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് 1107 divided by 110, that is 10.065, approximately 10 modules. ഇത് 110 വാട്ട് പീക്കിൻ്റെ പാനലാണെങ്കിലാണ്. ഇങ്ങനെ പല സ്റ്റാൻഡേർഡ് റേറ്റിങ്ങിലുള്ള പാനൽസും നമുക്ക് അവൈലബിൾ ആണ്. ഐ വിൽ ഷോ യു. സോ ദീസ് ആർ ദി വേരിയസ് requirement, various type of panels which are available along with the efficiency and all those things. അപ്പോൾ 40 വാട്ടിൻ്റെ പാനൽസ് അവൈലബിൾ ആണ്. 50, 60, 70, then 100, 110, 125, 130, 160, അങ്ങനെ പല റേറ്റിങ്ങിലുള്ള പാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ റേറ്റിങ്ങിലുള്ള പാനലിൻ്റെയും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്രയാണ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എത്രയാണ്, മാക്സിമം പവർ എത്ര വോൾട്ടേജിലാണ് സംഭവിക്കുന്നത്, കറണ്ട് അറ്റ് മാക്സിമം പവർ എത്രയാണ്, ആവറേജ് ആ ഒരു പാനലിന് ഇരിക്കാൻ ആവറേജ് എത്ര സ്ഥലം വേണം എന്നുള്ളതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ റെഫർ ഓൺ യുവർ ഓൺ. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ജസ്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് PV വാട്ട് പീക്ക് വാല്യൂസ് പഠിച്ചു വച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദാറ്റ്. സോ നമുക്ക് ഇവിടെ 10 മൊഡ്യൂൾ 110 വാട്ട് പീക്കിൻ്റെ 10 മൊഡ്യൂൾ വേണമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ നൗ ലെറ്റ് us see what is the next step. നമുക്കപ്പോൾ പാനലിൻ്റെ സൈസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബാറ്ററി സൈസിങ് ആണ്. അപ്പോൾ ബാറ്ററി ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ബാറ്ററി ഈസ് ഡെഫിനറ്റ്ലി റിക്വയർഡ്. സോ ദി നോർമൽ PV batteries which we will be using is deep discharge or deep cycle batteries will be used. ടിപ്പിക്കൽ ഡീപ്പ് സൈക്കിൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഈ രീതിയിലാണ്. 10% നമ്മുടെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്നുണ്ടെങ്കിൽ 4000 സൈക്കിൾസ് വരെ ബാറ്ററി പോകും. അതായത് ഒരു സൈക്കിൾ മീൻസ് 1 cycle means 1 charge plus 1 discharge, that is 1 cycle. So ഇപ്പം നിങ്ങളുടെ ബാറ്ററി കപ്പാസിറ്റിയുടെ 10% മാത്രമേ ഡെപ്ത് വരുന്നുള്ളൂ, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. അതായത് 100% ചാർജ് ചെയ്തു, 90% ആകുന്നത് വരെ യൂസ് ചെയ്തു, പിന്നെയും 100% ചാർജ് ചെയ്തു, പിന്നെയും 90 വരെ യൂസ് ചെയ്തു. അങ്ങനെ പോവുകയാണെങ്കിൽ 4000 സൈക്കിൾസ് വരെ നമുക്കിത് യൂസ് ചെയ്യാം. സോ ഇഫ് ദ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഗോസ് ടു 30%, അത് 3000 സൈക്കിൾസ് ആയിട്ട് കുറയും. 50% ആയാൽ 2500 സൈക്കിൾസ് ആയിട്ട് കുറയും. 80% ആയാൽ 1500 സൈക്കിൾസ് ആയിട്ട് കുറയും. ഓക്കെ, സോ ദിസ് തിങ് ഹാസ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് ദി നമ്പർ ഓഫ് ബാറ്ററീസ് റിക്വയർഡ്, ബാറ്ററി സിസ്റ്റം റിക്വയർഡ്, ബിക്കോസ് എത്ര ലോഞ്ചിവിറ്റി വേണം എന്നുള്ളതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Next thing to be considered while calculating the battery size is battery efficiency. We have to consider that. I am assuming it to be 85%. തരക്കേടില്ലാത്ത എഫിഷ്യൻസിയാണ്. ഇനി ഉള്ളത് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ആണ്. 10% ഡെപ്ത് ഓഫ് ഡിസ്ചാർജും 30% നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. ഈവൻ ദോ ഇറ്റ് ഗീവ്സ് യു മേജർ നമ്പർ ഓഫ് സൈക്കിൾസ്, ലാർജർ നമ്പർ ഓഫ് സൈക്കിൾസ്, ദേ ആർ നോട്ട് പ്രാക്ടിക്കൽ ഇൻ നേച്ചർ. സോ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് സംവെയർ അറൗണ്ട് 40 to 50% ഓഫ് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്നുള്ള രീതിയാണ്. അവിടെ നമുക്ക് 2500 സൈക്കിൾസ് കിട്ടും, 2500 ചാർജിങ്സ് ആൻഡ് ഡിസ്ചാർജിങ്സ് കിട്ടും. ഇനി നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് വേസ്റ്റ് കേസ് സിനാറിയോ ആണ് 50% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതായത് 100% ചാർജ് ചെയ്തിട്ട് 50% ഡിസ്ചാർജ് ചെയ്ത് കളയുന്നത് വേസ്റ്റ് കേസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2500 സൈക്കിൾസ് കിട്ടും. സോ ബേസിക്കലി നമ്മൾ 50% ഡെപ്ത് ഓഫ് ഡിസ്ചാർജിന് നമ്മൾ ഡിസൈൻ ചെയ്താലും ദാറ്റ് ഈസ് അവർ വേസ്റ്റ് കേസ് സിനാറിയോ. അത്രയും ഒരു ഡെപ്തിലേക്ക് പോയില്ല സാധാരണ. ഈവൻ ആ വേസ്റ്റ് കേസിൽ ഡിസൈൻ ചെയ്താലും അത്രയും വേസ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൈക്കിൾസ് കിട്ടും. 2500 സൈക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് 365
ഒരു വർഷം 365 ദിവസമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ 2500 ഡിവൈഡഡ് ബൈ 365 എന്ന് പറയുന്നത് വിൽ ബി 6.85 ഇയേഴ്സ്. അതായത് 7 വർഷം നമുക്ക് സുഖമായി നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൊണ്ടുപോകാൻ പറ്റും. 7 വർഷം വരെ നമുക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഫെയർലി ഗുഡ്. സോ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഐ ആം അസ്യൂമിങ് ഇറ്റ് ടു ബി 50%. ഇനി നമുക്ക് നോക്കേണ്ടത് ക്ലൗഡി ഡേയ്സ് നമുക്ക് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പല സ്ഥലങ്ങൾക്കനുസരിച്ച് വേരി ചെയ്യപ്പെടാം. ഞാനിവിടെ അസ്യൂം ചെയ്തേക്കുന്നത് ക്ലൗഡി ഡേയ്സ് ഐ ആം അസ്യൂമിങ് ഇറ്റ് ടു ബി 2. ദാറ്റ് ഈസ് അടുപ്പിച്ച് 2 ദിവസം ക്ലൗഡി ആണെങ്കിലും എനിക്ക് ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ദി ബാറ്ററി ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് ദി എനർജി റിക്വയർമെൻറ്റ് ഫോർ 2 days. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ദീസ് ആർ മൈ അസംഷൻസ്. ഇനി ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് ബാറ്ററി വോൾട്ടേജ് ലെവൽസ് കണ്ടുപിടിക്കണം. ഇനി സോ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കുറേ ബാറ്ററി വോൾട്ടേജ് ലെവൽസ് ഓൾറെഡി ഡിഫൈൻഡ് ആണ് ഇൻവെർട്ടർ സിസ്റ്റംസിനെ ബേസ് ചെയ്തിട്ട്. ഒരു 500 വാട്ട്സ് വരെയുള്ള ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 വോൾട്ട് ബാറ്ററി വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. 1000 വാട്ട്സ് 500 മുകളിൽ 1000-നകത്താണെങ്കിൽ 24 വോൾട്ട് കപ്പാസിറ്റി ബാറ്ററി യൂസ് ചെയ്യാം. 48 വോൾട്ട് ആണ് അപ് ടു 2000 ആൻഡ് 96 വോൾട്ട് ആണ് അപ് ടു 5000. ദിസ് ഈസ് ആസ് പെർ ദി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാറ്ററിയുടെ കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാട്ട് അവർ റിക്വയർമെൻറ്റ് പെർ ഡേ എന്ന് പറയുന്നത് 2836. അതിന് ബാറ്ററി എഫിഷ്യൻസി 85% ആണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് 3336 വാട്ട് അവർ പെർ ഡേ. ഇഫ് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഈസ് 100%. ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് അതായത് ബാറ്ററിയിൽ ഇത്രയും എനർജി സ്റ്റോർ ചെയ്ത് അത്രയും തന്നെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് 100% നമ്മൾ ബാറ്ററിയെ ഡ്രെയിൻ ആക്കുന്ന രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് ലോഞ്ചിവിറ്റി, ബാറ്ററി ഹെൽത്ത്, ലോഞ്ചിവിറ്റി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 50% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. So if you are assuming the depth of discharge as 50%, the capacity of the battery bank will be 3336 divided by 0.5, that will be 6672 watt hours per day. That means 6.672 kilowatt hour per day battery bank നമുക്ക് ആവശ്യമാണ്. ഇനി ഇത് ഒരു ദിവസത്തേക്കാണ്. അപ്പം നമുക്ക് ക്ലൗഡി ഡേ കണ്ടിന്യൂസ് 2 ദിവസം ഉണ്ടെങ്കിലും നമുക്ക് ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ ബാറ്ററി ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു പ്രൊവൈഡ് അഡിക്വേറ്റ് എനർജി ഫോർ കണ്ടിന്യൂസ് 2 days. So this you multiply it with 2, that is 6672 into 2, that will be 13,344 watt hour. I am rounding it to 13,400 watt hours. Okay. So this is the watt hour requirement of the battery. ഇനി നമുക്ക് വേണ്ടത് ആംപിയർ അവർ റിക്വയർമെൻ്റ് ആണ്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് വി നീഡ് ടു ഹാവ് ദി വോൾട്ടേജ് റിക്വയർമെൻറ്റ് ഓഫ് ദ ബാറ്ററി. 1100 വാട്ട് പീക്കിൻ്റെ സിസ്റ്റമാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. 110 വാട്ട് പീക്കിൻ്റെ 10 പാനൽ എന്ന് പറയുമ്പോൾ 1200 വാട്ട് പീക്ക്. അപ്പോൾ എനിവേ യു ഹാവ് ടു ഗോ ഫോർ 1000 വാട്ട് ഓർ 1100 ഓർ 1200 വാട്ട് സിസ്റ്റം. 1000 watt or 1100 watt inverter. So for that the battery DC level may be selected as 24 volt. So 24 volt battery select ചെയ്ത് കഴിഞ്ഞു. Then the actual capacity of the battery required in ampere hours is 13,400 divided by 24, that is 558 ampere hour. I am approximating it to 600 ampere hours. സോ ഇനി നമുക്ക് വേണ്ടത് ബാറ്ററിയാണ്. അതായത് 24 വോൾട്ടുള്ള 600 ആംപിയർ അവറുള്ള ബാറ്ററിയാണ് നമുക്ക് ആവശ്യം. ഈ ഒരു റേറ്റിങ്ങിൽ ബാറ്ററി നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ല. അപ്പോൾ 600 ആംപിയർ അവർ നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ 100, 125, 150, 165, പിന്നെ താഴേക്ക് നോക്കിയാൽ 80, 70, 50, 35 അങ്ങനെ പല ആംപിയർ അവർ റേറ്റിംഗ്സിൽ അവൈലബിൾ ആണ്. 150 Ah is also available, so I can select 150 Ah battery. 4 numbers of 150 Ah battery.
24 വോൾട്ടുള്ള 150 AH 4 ബാറ്ററി വേണം. 24 വോൾട്ട് ബാറ്ററിയും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നല്ല, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. So what we will do is we will connect 2 batteries in series to form a string, and we will use 2 such strings to connect in parallel. So 24 വോൾട്ടിൻ്റെ 150 AH ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് 24 വോൾട്ട് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി. ഓക്കെ, അതിൻ്റെ കൂടെ അതേ രീതിയിൽ ഉള്ള 2 പാരലൽ കണക്ഷനും ആയിട്ട് യൂസ് ചെയ്യും. സോ വി ക്യാൻ യൂസ് 4 150 AH ബാറ്ററീസ് ക്യാൻ ബി യൂസ്ഡ്. Slight correction, instead of using this 4 strings in parallel, 2 strings in parallel, you have to use 4 strings in parallel. എന്നാൽ മാത്രമേ നമുക്ക് റിക്വയർഡ് വാട്ട് അവർ എത്തത്തുള്ളൂ. ബിക്കോസ് 2 into 12 into 4 into 150 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ, ലെറ്റ്സ് സീ ഹൗ മച്ച് വി വിൽ ഗെറ്റ്. സോ ദിസ് വിൽ ബി 14,400 വാട്ട് അവർ. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 8 ബാറ്ററി അവൈലബിൾ ആണ്, റിക്വയർഡ് ആണ്. 2 ബാറ്ററി കണക്റ്റഡ് ഇൻ സ്ട്രിങ്, 4 സച്ച് സ്ട്രിങ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. സോ ഇത്രയും നമുക്ക് വേണം ഈ ഒരു റിക്വയർമെൻറ്റിന് മീറ്റ് ചെയ്യുന്നതിനായിട്ട്. So that means 2 into 4, that means 8 batteries of 12 volt 150 AH is required. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2 ദിവസത്തെ ഇതാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബാറ്ററി വേണ്ടി വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ PV ആയി, ബാറ്ററി ആയി. ഇനിയുള്ളത് ചാർജ് കൺട്രോളറും ഇൻവേർട്ടറുമാണ്. ഇൻവേർട്ടറിൻ്റെ ഡിസൈൻ ഈസ് വെരി സിമ്പിൾ. എത്രയാണോ കപ്പാസിറ്റി ഓഫ് ദി PV പാനൽ ഓഫ് ഇൻവേർട്ടർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി capacity of PV പാനൽ. അപ്പോൾ നമ്മളിവിടെ 1100 വാട്ട് പീക്കിൻ്റെ പാനലാണ്. സോ ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് എ 1000 VA ഇൻവേർട്ടർ. സോ ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് എ 24 volt system. So that is how you decide the capacity of the inverter. ഓക്കെ, സോ ഇൻവേർട്ടറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. ഇൻവേർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് ഇറ്റ് ഷുഡ് ബി പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ ആയിരിക്കണം. പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ. നോർമലി വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് it will be 220 volt. Frequency is 50 Hz. നമ്മുടെ ലൈൻ വോൾട്ടേജിനെക്കാട്ടി യൂട്ടിലിറ്റി വോൾട്ടേജിനെക്കാട്ടിയും എപ്പോഴും ഓഫ് ഗ്രിഡ് പവർ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് കുറഞ്ഞേ നിൽക്കത്തുള്ളൂ. നമ്മുടെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് KCB സപ്ലൈ എന്ന് പറയുന്നത് നോമിനൽ വോൾട്ടേജ് ഈസ് 240 വോൾട്ട് or 239.8, whereas our off-grid inverters voltage rating is only 220 volt. This is specifically set like this by design. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഇൻവേർട്ടർ സിസ്റ്റം എന്താണ്, ഓഫ് ഗ്രിഡ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ബൈ എനി ചാൻസ് ഇഫ് യുവർ ഇൻവേർട്ടർ ഈസ് ആക്സിഡൻ്റലി കമ്മിങ് ഇൻ പാരലൽ വിത്ത് ദി KCB സപ്ലൈ, അപ്പോൾ ഇത് 240 അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഫീഡ് ദ സപ്ലൈ. ഇതും 240 തന്നെയാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈയിലേക്കുള്ള ഫീഡിങ് വരാം. അത് മാത്രമല്ല, അതിൻ്റെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. സിങ്ക്രണൈസേഷൻ ഒന്നും പ്രോപ്പർ ആയില്ല. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാം. നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും അത്
ഇൻവെർട്ടർ ഡാമേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ 220 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ പാരലലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 20 വോൾട്ട് ആൻഡ് ദി ഇൻവെർട്ടർ വിൽ ആക്ട് എസ് എ സിങ്ക് വിച്ച് വിൽ ട്രൈ ടു ഡ്രോ പവർ ഫ്രം KSEB സപ്ലൈ. സോ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്താണ് 20 വോൾട്ട് എന്ന് പറയുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി സം നോമിനൽ എമൗണ്ട് ഓഫ് കറണ്ട് വിൽ ബി കമ്മിങ് ആൻഡ് യുവർ ഓവർ കറണ്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വിൽ ആക്ട് ആൻഡ് ഇറ്റ് വിൽ ഐസൊലേറ്റ് ദ സപ്ലൈ. മാത്രമല്ല നിങ്ങളുടെ ഇൻവെർട്ടറിൽ നിന്നും, ഇൻവെർട്ടർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിസ്റ്റമാണ്, അതിൽ നിന്നും പവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇൻവെർട്ടറിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലുള്ള കറണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ it will result in the damage of the inverter, your battery units, everything will be damaged, including your panels might get damaged. So ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഫ് ഗ്രിഡ് പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടേഴ്സിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 220 വോൾട്ടിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് 240, നോട്ട് 230. നോർമലി ഇറ്റ് ഈസ് സെറ്റഡ് ആസ് 220 volts. Frequency is 50 Hz and inverter to be used has to be a pure sine wave inverter. Not square wave, not triangular wave, it has to be a pure sine wave inverter. പിന്നെ ഇവിടെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് ഇൻവെർട്ടർ, ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ നെക്സ്റ്റ് ഈസ് സെലക്ഷൻ ഓഫ് ചാർജ് കൺട്രോളർ. അവിടെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് മാത്രം നോക്കിയിരുന്നാൽ മതി, അവർ വലിയ ഡിസൈനൊന്നുമില്ല. ചെറിയൊരു പോർഷനുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മൈ ടെക്സ്റ്റ് ബുക്ക് ഈസ് അറ്റ് ഇടുക്കി ആൻഡ് ഐ ആം കോട്ട് അപ്പ് അറ്റ് ട്രിവാൻഡ്രം. അതിൻ്റെ മെറ്റീരിയൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എടുത്തിട്ട് ആ മെറ്റീരിയൽ കൂടി ഞാൻ ഇതിലൂടെ അറ്റാച്ച് ചെയ്ത് തരാം. So the basic function of a charge controller is 1. To block the reverse flow of current. Next is to prevent the battery from overcharging, over discharging and overloading. And finally to display the battery status. Primary function idana. These are all secondary functions. This is the least priority. ഓക്കെ, ബേസിക്കലി ബാറ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ, ബാറ്ററി ഒന്ന് റിവേഴ്സ് കറണ്ട് ഫ്ലോ തടയുക. അതായത് റിവേഴ്സ് കറണ്ട് ഫ്ലോ തടയുക മീൻസ് ഈ PVയിൽ നിന്നും ബാറ്ററിയിലേക്കാണ് സാധാരണ നമ്മുടെ പവർ ഫ്ലോ വരുന്നത് ചാർജ് കൺട്രോളർ വഴി. ബട്ട് ദർ ഇസ് എ ചാൻസ് ഓഫ് റിവേഴ്സ് ഫ്ലോ. അതായത് ഇപ്പോൾ നിങ്ങളുടെ PV പാനലിൽ ഒരു ഷെയ്ഡ് വന്നു എന്ന് വിചാരിക്കുക. ദെൻ ഓബ്വിയസ്ലി യുവർ പാനൽ വിൽ ആക്ട് ആസ് എ ലോഡ്. സോ അങ്ങനെ വരുമ്പോൾ കറണ്ട് തിരിച്ച് പാനലിലേക്ക് ഫ്ലോ ചെയ്യും. ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ബിക്കോസ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ബേണിംഗ് ഓഫ് പാനൽസ്, ബേണിംഗ് ഓഫ് ദി കോണ്ടാക്ട്സ് ഓഫ് ദി പാനൽസ് എക്സെട്ര. നമ്മൾ അറിയില്ല, പതുക്കെ പാനൽ ഡിസ്ട്രോയ് ആയി പോകും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള എയിം. പിന്നെ ബാറ്ററിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓവർ ചാർജിങ്, ഓവർ ഡിസ്ചാർജിങ്, ഓവർലോഡിങ് എന്നൊക്കെ വരുമ്പോഴേക്കും ബാറ്ററിയെ ഡിസ്കണക്ട് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫൈനലി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അത് കാണിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബാറ്ററി സ്റ്റാറ്റസും ഫ്ലോ ഓഫ് പവറും ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് ചാർജ് കൺട്രോളറിന്. ചാർജ് കൺട്രോളറിൻ്റെ കറസ്പോണ്ടിങ്ങിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട്, എത്ര ആംപിയർ ആണ് എന്നുള്ളതൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഇടുക്കിയിലെത്തിയതിന് ശേഷം ഈ മെറ്റീരിയൽ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മുടെ സോളാർ PV ഓഫ് ഗ്രിഡ് PV സിസ്റ്റംസ് ഫോർ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ്റെ ഡിസൈൻ കൺസിഡറേഷൻ. അത് വളരെ സിമ്പിളാണ്. ശരിക്കും ഞാനിതിങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ലിസണിങ്. ബാക്കി തിയറി പോർഷൻ്റെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് അയച്ചു തരാം. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.